NH-66 ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിന്റെ സംഭാവനയെ പ്രശംസിച്ച് കേന്ദ്രം. എന്നാൽ ദേശീയപാത ടോൾ പിരിവിന് ആനുപാതികമായ വിഹിതം സംസ്ഥാനങ്ങളുമായി പങ്കിടുമോ എന്ന ചോദ്യത്തിൽ നിന്ന് കേന്ദ്രം ഒഴിഞ്ഞുമാറി. CPIM രാജ്യസഭാ നേതാവ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP-ക്കാണ് രേഖാമൂലം കേന്ദ്രം മറുപടി നൽകിയത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക അനീതി തുറന്നുകാട്ടുന്നതാണ് ദേശീയപാത വരുമാനത്തെക്കുറിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ച ചോദ്യത്തിന് ലഭിച്ച മറുപടി. കഴിഞ്ഞ 3 വർഷത്തിനിടെ 1,60,322.67 കോടി രൂപയാണ് ടോൾ പിരിവിനത്തിൽ കേന്ദ്രത്തിന് ലഭിച്ചത്. എന്നാൽ ആ വരുമാനം ദേശീയപാത വികസനത്തിന് ഗണ്യമായ സാമ്പത്തിക സംഭാവന നൽകിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുമായി പങ്കിടുമോ എന്ന ചോദ്യത്തിന് കേന്ദ്രത്തിന് വ്യക്തമായ ഉത്തരമില്ല. NH-66 ഭൂമി ഏറ്റെടുക്കുന്നതിനായി 5,800 കോടി രൂപ കേരളം സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ച കേന്ദ്രം കേരളത്തെ പ്രശംസിക്കുകയും ചെയ്തു. അതേസമയം ടോൾ വരുമാനത്തിന്റെ ആനുപാതിക വിഹിതം നൽകണമെന്ന കേരളത്തിന്റെ ന്യായമായ ആവശ്യം പരിഹരിക്കുന്നതിന് പകരം മൊത്തം പദ്ധതി ചെലവുമായി സംയോജിപ്പിച്ച് സംസ്ഥാനത്തിന്റെ സംഭാവന കുറക്കാനാണ് കേന്ദ്രം ശ്രമിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് 1,600 കോടി രൂപയിലധികം ടോൾ പിരിച്ചെടുത്തിട്ടും സാമ്പത്തിക ബാധ്യതയുടെ ഗണ്യമായ പങ്ക് വഹിക്കുന്ന കേരളവുമായി വരുമാനം പങ്കിടുന്നതിന് സംവിധാനമില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. കൈരളി ന്യൂസ്, ദില്ലി.